20 വർഷത്തോളം ഒരു മനുഷ്യൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ 20 വർഷം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നിടം വരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 20 വർഷത്തോളം ഉണ്ട് അവൻ പഠിക്കുന്നു. 20 വർഷം പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവനും കള്ളിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസം അത്? കള്ള് കേരളത്തിലുള്ള ഒരു ഭാര്യമാണല്ലോ. കള്ള് കേരളത്തിലുള്ള ഒരു ഭാര്യമാണല്ലോ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കള്ള് കേരളത്തിലുള്ള ഒരു ഭാര്യമാണല്ലോ. ഇയാൾക്ക് എന്താണ് വയ്യേ? സിസ്റ്റത്തിന്റെ പരാജയം തന്നെ. മര്യാദയ്ക്ക് മരിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ വണ്ടി ഓടിച്ചെത്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ല 20 കൊല്ലം കൊണ്ടെങ്കിൽ എന്ത് വിദ്യാഭ്യാസം ഇത്? എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ? പറഞ്ഞിട്ട് കാര്യമില്ലടാ. റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചില്ല, ബാക്കിയെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം ഇത്? എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. 20 കൊല്ലം നിങ്ങൾക്ക് ഒരുത്തിനെ പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ട് നല്ലൊരു പൗരനാക്കി പുറത്തിറക്കാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കുട്ടിയെ ഞാൻ 3 വയസ്സിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് 20-22 വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് തിരിച്ചു വിടുമ്പോൾ അവൻ ജീവിക്കാനെങ്കിലും പഠിച്ചവനായിട്ട് വിടണ്ടേ അവനെ? അങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്ര ദയനീയ പരാജയമാണ്. നിങ്ങളും ഞാനും പഠിച്ച പല കാര്യങ്ങളും ഒരു കാര്യമുള്ളതായിരുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിന് നിങ്ങൾ ഈ പറഞ്ഞ കാലം വരെ പഠിച്ചതിൽ എത്ര ശതമാനം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള പരിശീലനം, അതല്ലെങ്കിൽ ഒരു സദസ്സിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനുള്ള ഒരു പരിശീലനം, ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകൾക്കോ ഉതകുന്ന പരിശീലനങ്ങൾ തന്നിരുന്ന ഈ സൈൻ തീറ്റയും കോസ്റ്റ് തീറ്റയും നിങ്ങൾക്ക് ഒരാവശ്യവും ഇന്ന് വന്നിട്ടുണ്ടാവില്ല. 100% ഞാൻ യോജിക്കുന്നു. വേണ്ടാത്തതിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം കളയുകയും വേണ്ടതൊന്നും പഠിക്കാതെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും കള്ള് കേരളത്തിലുള്ള ഒരു ഭാര്യമാണല്ലോ. അത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ രണ്ടായി തന്നെ കാണണമല്ലോ. അത് രണ്ടായിട്ട് കണ്ടാൽ മതിയാവും. നമുക്ക് തന്നെ അറിയാലോ രണ്ടിന്റെയും ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള സംബന്ധിച്ചിടത്തോളം. വിവരവും വിവേകവും ഇല്ലാത്തവനാണേ, അതെനിക്ക് മനസ്സിലായിരിക്കണു. അപ്പൊ അത് ആ നിലയിൽ തന്നെ കണ്ടാൽ മതിയാവും. അക്ഷരം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, പുസ്തകം വായിക്കാൻ പ്രാപ്തനാക്കുക, കണക്ക് കൂട്ടാൻ, അത്യാവശ്യം ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടാൻ പഠിക്കുക. ഇത്രയും കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പം നിർത്തി ഞാൻ സഞ്ചരിക്കുന്നിടത്ത് എൻ്റെ കൂടെ സഞ്ചരിപ്പിക്കുകയും ഞാൻ സഞ്ചാരം എഡിറ്റ് ചെയ്യുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് പറയുകയും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരുത്തുകയും ചെയ്താൽ ഇവർ ഇന്ന് സ്കൂളിൽ എന്താണോ അതിൻ്റെ 10 മടങ്ങ് എടുക്കരാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പരിശീലനം നടത്തി വരുന്നുണ്ടോ? ഇപ്പോഴത്തെ നിർഭാഗ്യം എന്താണ്? നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് അടുത്ത പണി കിട്ടില്ല. സന്തോഷ് ജോർജിന്റെ കൂടെ പരിശീലനം കിട്ടിയെന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഇവനെ അടുത്ത് പഠിക്കാൻ കഴിയില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.